ഹലോ എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കക്കുരു പൊളിച്ച് കീറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരൽപ്പം ചെമ്മീനും മാങ്ങയും കൂടെ ചേർത്ത് ചക്കക്കുരു ഒന്ന് ചാറായിട്ട് വയ്ക്കാം. ചക്കക്കുരു വെന്തു മാറ്റി വെച്ചു. ഇനി നമുക്ക് ചെമ്മീനൊന്ന് ചൂടാക്കാം. ചെമ്മീൻ പെട്ടെന്ന് ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളം പറ്റി ചെമ്മീനൊരു മുള്ളുണ്ട്. ആ മുള്ള് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വറുക്കുമ്പം ഒന്ന് വേകുകയും ചെയ്യും. ഇത് നല്ല ചെമ്മീനാണ് കേട്ടോ. ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് മേടിച്ചത്. നമുക്ക് സാധാരണ കിട്ടുന്ന ഇവിടെയൊക്കെ കിട്ടുന്ന ചെമ്മീനെന്ന് പറഞ്ഞാൽ അകത്തൊന്നും കാണില്ല, പുറത്തെ ഭംഗിയും മാത്രമേ കാണുള്ളൂ. ഇത് ഉള്ളിലൊക്കെ ഒരല്പം ദശയൊക്കെ ദ്രവിച്ച് വളരെ ഉണങ്ങിപ്പോകാത്ത ഫ്രഷ് ചെമ്മീനാണ്. ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിനെ മുളക് അരച്ച് എടുത്തിട്ടുണ്ട്. മുളക് അരച്ചതിനകത്തേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയ്ക്കുന്നില്ല, ഒന്ന് ഉടച്ചെടുക്കാം. ചെമ്മീന് ഇത് തലയും പാലും ഒക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പകുതി മാറ്റി വെക്കാം. പകുതി മതി. ചക്കക്കുരു മാങ്ങയ്ക്ക് പകുതി നമുക്ക് വേറൊരു കറിക്കത്തില്ല. ഇപ്പോൾ ഇത്ര നമുക്കൊന്ന് കഴുകി എടുത്തുകൊണ്ടൊന്ന് അടുപ്പത്തിട്ട് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളത്തോടെ കൊണ്ടുവന്നിരിക്കണേ. ഇനി അത് മാങ്ങയും കൂടെ ചേർത്ത് നമുക്ക് അല്പം ഉപ്പുമിട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് ഇട്ടു. തീയും കത്തിച്ചു. ഇത് വേകുന്ന സമയത്തിന് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അരയൊന്നും വേണ്ട. ഇതൊന്ന് കറക്കിയെടുത്തുകൊണ്ട് വരാം. ചെമ്മീനും മാങ്ങയും തിളച്ചിട്ടുണ്ട്. രണ്ടിനും വലിയ വേവെന്നുള്ളതല്ലല്ലോ. നമ്മൾ ചക്കക്കുരുവും മുളക് അരച്ചതും കൂടെ അരച്ചുകൊണ്ട് വന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം ചേർത്ത്, പാകത്തിന് ഉപ്പുണ്ടോ എന്നും ചേർത്ത് നമുക്കൊരൽപ്പം ഉലുവയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊച്ചുള്ളിയും ചേർത്ത് എണ്ണ ഒഴിച്ച് കടുകും കൂടെ പൊട്ടിച്ചില്ല. ചക്കക്കുരു ഒരൽപ്പം കഴിയുമ്പം തണുത്ത് കഴിയുമ്പം കുറുകി വരുമല്ലോ. അപ്പം നമുക്കതൊന്ന് ഒരൽപ്പം വെള്ളം കൂടെ ചേർക്കാം. മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഒരൽപ്പം ഉപ്പും കൂടെ വേണം. ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. തിളച്ചാൽ നമുക്ക് നിർത്താം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു. ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയെന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുത്ത് നോക്കാം. പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. പുളി ഉള്ളതിന് എപ്പോഴും ഇച്ചിരി ഉലുവ നല്ലതാണ്. ഉള്ളി ഇട്ടു. കറിവേപ്പിലയും ഇട്ടു. ഇഷ്ടമുള്ളവർക്ക് എരിവ് അധികം വേണമെന്നുള്ളവർക്ക് മുളക് ഇടാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ മാങ്ങ ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചക്കയുടെയും മാങ്ങയുടെയും കാലമാണ്. അല്പം ചെമ്മീനും കൂടെയൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ.
അപ്പോൾ എൻ്റെ ചാനൽ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.